നമ്മുടെ ഗാർഡനിൽ നമ്മുടെ പോണ്ട് നമ്മൾ കുറച്ചും കൂടി ഒന്ന് ഭംഗിയാക്കിയിട്ടുണ്ട്. കുറച്ച് ആർട്ടിഫിഷ്യൽ ഗ്രാസ് ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മൾ അതിൻ്റെ സൈഡിൽ വെച്ച് അതൊരു നല്ല ഭംഗിയായിട്ട് കൊടുത്തു. പിന്നെ അതിനകത്ത് നല്ല കുറച്ച് കല്ലും പിന്നെ നമ്മുടെ എയർ പമ്പ് വെച്ചിട്ടുണ്ട്. നമ്മുടെ എയർ പമ്പല്ല, ഒരു ചെറിയ ഫൗണ്ടൻ പോലത്തെ വെച്ചിട്ടുണ്ട് 2 അതെങ്ങനെയാണെന്ന് വെച്ചാൽ അത് സോളാർ പവേർഡാണ്. അപ്പോൾ നമുക്ക് സോളാറിൽ അത് വർക്ക് ചെയ്തോളും. പിന്നെ ഇതിനകത്ത് കുറച്ച് സ്നെയിലുകളെല്ലാം കിടപ്പുണ്ട്. ഇതിനകത്ത് ജയൻറ്റ് റാംസോണൊക്കെ കിടപ്പുണ്ട്. അത് പോണ്ടിലെ സ്നെയിലാണ്. പിന്നെ 2 പ്ലാന്റ് വലുത് പോണ്ടിലെ ഇതുണ്ട്. പിന്നെ നമ്മുടെ ഹൈഡ്രിലെ കിടപ്പുണ്ട് വെള്ളത്തിൽ നമ്മുടെ നോർമലായിട്ട്. അത് ഇവിടുത്തെ ടെമ്പറേച്ചറിൽ വലിയ കുഴപ്പമില്ല. ഐസായാലും അതിന് വലിയ പ്രശ്നമില്ല. അപ്പോൾ നല്ല ഭംഗിയാക്കി സൈഡെല്ലാം നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ കാർപ്പറ്റ് ഇട്ട് കൊടുത്തേക്കാണ്. അപ്പോൾ ആർട്ടിഫിഷ്യൽ ഗ്രാസ് കുറച്ചിട്ടു. ഇതാണ് നമ്മുടെ ആ സോളാർ പാനൽ 2 ഇരിക്കുന്നത്. അപ്പോൾ വെളിച്ചം കണ്ടാൽ മതി. വെളിച്ചം കിട്ടിക്കഴിഞ്ഞാൽ ഇത് വരും. നല്ല വെയിലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ലപോലെ ഇത് വരും. അത് കൂടാണ്ട് നമ്മളൊരു ഇലക്ട്രിക്കിൻ്റെ പമ്പും കൂടി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു ഫിൽറ്ററും കൂടി, എക്സ്റ്റേണൽ ഫിൽറ്ററും കൂടി ഒരെണ്ണം ഉണ്ടാക്കണം. അതിനകത്ത് ചെടി വെച്ചിട്ട് അത് ഉണ്ടാക്കണം. അപ്പോൾ അത് നമുക്ക് ഇത് കഴിഞ്ഞിട്ട് ചെയ്യാം. അപ്പോൾ എന്തായാലും നമ്മുടെ ഗോൾഡ് വിഷൻ നമ്മൾ അപ്പുറത്തേക്ക് ഇട്ടേക്കായിരുന്നു. ഇതിനകത്ത് കുറച്ച് ഡഫ്നിയാനെ നമ്മൾ ഇറക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മൾ ഗോൾഡ് വിഷനെ ഇട്ട് വെച്ചിരുന്നത്. അപ്പോൾ നമ്മുടെ കയ്യിൽ 6 കൂടി ഉള്ളു ബാക്കി. നമ്മൾ 8 വാങ്ങിച്ചതായിരുന്നു. വെള്ളം പിന്നെ നമ്മൾ നോക്കാണ്ടൊക്കെ ആയി കുറച്ചെണ്ണം ചത്തൊക്കെ പോയി. അപ്പോൾ അങ്ങനെ 2 ചത്തുപോയായിരുന്നു. ഇതിനകത്ത് നല്ല അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ളതാണ്. ഇവറ്റങ്ങ ഐസ് പിടിച്ചാലും വലിയ കുഴപ്പമൊന്നുമില്ലാണ്ട് ജീവിച്ച് ഈ ഒരു തണുപ്പൊക്കെ കഴിഞ്ഞതാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഇതിനകത്തേക്ക് ഇന്ന് ഇറക്കി വിടാം ഇവറ്റങ്ങളെ. അപ്പോൾ എന്തായാലും നല്ല ഇതായിട്ട് അതിനകത്ത് ഇനി അവറ്റങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ നമ്മൾ അതിന് മുകളിലൊരു ഷീറ്റ് വെച്ച് കൊടുത്തേക്കുന്നത് ഇത് കാരണമാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര വെയിലടിച്ച് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ഗ്രീനായിട്ട് മാറും. അപ്പോൾ അത് കാരണമാണ് നമ്മളത് മാറ്റിയേക്കുന്നത്. അപ്പോൾ ഈ ഗോൾഡ് വിഷനെ നമുക്ക് ഇതിനകത്ത് ഇറക്കി വിടാം. ഇതിനകത്ത് ഫീമെയിൽ ഗോൾഡ് വിഷൻ എല്ലാത്തിനും നല്ലോണം എഗ്ഗ് ഉണ്ട്. അത് കണ്ടാലറിയാം, നല്ല വണ്ണമായിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് താനേ അത് ബ്രീഡായിക്കോളും. പിന്നെ നമ്മളധികം ബ്രീഡിങ്ങിൻ്റെ സെറ്റപ്പ് ഒന്നും ഉണ്ടാക്കി കൊടുക്കേണ്ട ആവശ്യമില്ല. കുറച്ച് പുല്ലും അങ്ങനെ കുറച്ച് ഹൈഡിങ് പ്ലേസൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവറ്റങ്ങ് മുട്ടയിട്ട് കുഞ്ഞുങ്ങൾ താനെ വിരിഞ്ഞോളും. കണ്ടോ, അതിനൊക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം. അതിനകത്ത് നല്ല വണ്ണം വെച്ചിരിക്കുന്നതായ കാരണം 2 നല്ലപോലെ എഗ്ഗ് ഉണ്ട് ഇതിനകത്ത്. അപ്പോൾ എന്തായാലും നല്ല ലെങ്ത്ത് ഉണ്ട് ഇതിന്. ഒരു 7 അടിയോളം നീളമുണ്ട്. നമ്മൾ ഇഷ്ടി വെച്ച് പണിതാണ്. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ ഷീറ്റ് ഇട്ടാണ് ഉണ്ടാക്കിയത്. അപ്ഡേറ്റുകളെല്ലാം നമ്മൾ ഇനിയും ഉള്ള വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നതാണ്. ഓക്കെ, താങ്ക് യു.